ഇടതു മുന്നണിയുമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണ്. ഒരു ആഭിമുഖ്യം ആദ്യകാലങ്ങളിൽ ഉസ്താദിനുണ്ടായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഈ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യ സംരക്ഷണത്തിന് ഇടതുമുന്നണി കുറെ കൂടി മേൽക്കൈ എടുക്കുന്നു എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. എന്താണ് ഉസ്താദിന്റെ ഒരു അനുഭവം പറയാമോ? ഇടത് കക്ഷികളുമായി ഭിന്നിപ്പുണ്ടാവാൻ കാരണം മുസ്ലിം സമുദായത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി എന്ന് നിലയിൽ രൂപീകരിക്കപ്പെട്ട സംഘടന ഞങ്ങളുമായി അന്ന് വളരെ ശക്തിയായി എതിർപ്പിലായി ഞങ്ങളെ അടിച്ചമർത്തണമെന്നൊരു ചിന്താഗതി അവരിൽ വന്നു. ആ സമയത്താണ് ഇടതുപക്ഷ ജനാധിപത്യ കക്ഷിയുമായി ഞങ്ങൾ കൂടുതൽ ബന്ധമുണ്ടായത്. ഇപ്പോൾ ആ ബന്ധം മുറിച്ചു എന്ന് അർത്ഥമില്ല. ഞങ്ങളെല്ലാവരുമായും ഒരുപോലെയുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യണമെന്ന് ഒരു തീരുമാനവും ഇതുവരെ എടുത്തിട്ടില്ല. അതിപ്പോൾ തദ്ദേശ ഭരണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ ആലോചിക്കുകയുള്ളൂ. ഇപ്പോൾ സമദൂരമാണോ? ഇപ്പോൾ ഞങ്ങൾ അതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടില്ല. അല്ല, തദ്ദേശത്തിൽ വ്യക്തികളെ നോക്കിയാണ്, രാഷ്ട്രീയമല്ല, വ്യക്തികളെ നോക്കിയിട്ട് ഞങ്ങളെ ശക്തിയായി എതിർക്കുകയും ഞങ്ങളെ പേരിൽ ഞങ്ങളെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ നോക്കുകയും ചെയ്ത ചില ആളുകളൊക്കെ ഉണ്ട്. അവരെ ഞങ്ങൾ ശക്തിയായി എതിർക്കും. എന്ന് വെച്ചാൽ അത് സുന്നി വിഭാഗമാണോ? അതിൽപ്പെട്ടവരാണ് അതിന്റെ കാര്യമായിട്ട് ഉള്ളത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അത് ലീഗുമായി ബന്ധപ്പെട്ടില്ല. അങ്ങനത്തെ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ ആ സ്ഥാനാർത്ഥിനെയാണ് തോൽപ്പിക്കുന്നത്, ലീഗിനല്ല. ലീഗ് ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, അങ്ങനെ ഞങ്ങളെ എതിർത്തിട്ടുള്ളവരെ ശക്തിയായി എതിർക്കും. അല്ലാത്തവരോട് ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ ഓരോ വ്യക്തികളെ തിരഞ്ഞെടുക്കാൻ യൂണിറ്റുകൾക്ക് മനസ്സിലാവും. അതനുസരിച്ച് യൂണിറ്റിലുള്ള പ്രവർത്തകരുടെ ഇഷ്ടാനുസരണം ചെയ്യാന്നുള്ളതാണ് ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടുള്ളത്. കേരളത്തിലെങ്കിലും ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഒരു രാഷ്ട്രീയ വേദിയായിട്ട് ഏറെക്കാലമായി നിലനിൽക്കുന്ന മുസ്ലിം ലീഗാണ്. ലീഗ് ആ തരത്തില് മുസ്ലിം സമുദായത്തിന്റെ താല്പര്യ സംരക്ഷണം അവരെ ഏൽപ്പിച്ച രീതിയിൽ, ഉദ്ദേശിച്ച രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അത് പറ്റിയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. മുസ്ലിം ലീഗ് ഇനിയും കൂടുതൽ മുന്നോട്ട് വരേണ്ട, നിലനിൽക്കുന്ന പക്ഷം അവർ കൂടുതൽ ആലോചിക്കുകയും കൂടുതൽ പ്രവർത്തനങ്ങൾ വിശാലമാക്കുകയും എല്ലാവരോടും സമദൂരം കാണിക്കുകയും ചെയ്യണം. ഭരണത്തിലിരുന്ന കാലത്ത് ഉസ്താദിന് അല്ലെങ്കിൽ AP സുന്നി വിഭാഗത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അകൽച്ച ഉണ്ടായിട്ടുണ്ട് അവരുടെ? ഇല്ല, അവരെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ആരെ കൊണ്ട് കിട്ടിയിട്ടില്ല. അത് LDFും ചെയ്തിട്ടില്ല, UDFും ചെയ്തിട്ടില്ല. UDFിൽ കോൺഗ്രസും ചെയ്തിട്ടില്ല, മുസ്ലിം ലീഗും കാര്യമായൊന്നും ചെയ്തിട്ടില്ല. ലീഗ് എന്ന അടിസ്ഥാനത്തിൽ. അതേസമയത്ത് നിങ്ങൾ നേരത്തെ ചോദിച്ച പാർട്ടി ഇവിടെ അനുകൂലമുള്ള ചില ലീഗുകാർ ശക്തിയായി ഞങ്ങളെ എതിർത്തിട്ടുണ്ട്. ആ എതിർത്തവരോട് ഞങ്ങളും എതിർക്കുന്നു. അപ്പൊ ലീഗ് നേതൃത്വം അതിനോട് എന്ത് സമീപനമായിരുന്നു അന്ന് സ്വീകരിച്ചിരുന്നത്? ലീഗ് നേതൃത്വം വേണ്ടത്ര അതിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ എതിർപ്പ് ഉണ്ടാകില്ലായിരുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. AP സുന്നി വിഭാഗങ്ങൾ യോജിക്കാം, ഒരു പൊതുവേദിയിൽ എത്താം എന്നുള്ള രീതിയിൽ ഒരു നീക്കം ഇടക്കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങളെപ്പോഴും അതിന് തയ്യാറ് തന്നെയാണ്, അന്നും ഇന്നും തയ്യാറ് തന്നെയാണ്. അപ്പോൾ ചെറിയ ചില ചോട്ട നേതാക്കളൊക്കെ ഉണ്ട്. അവർക്ക് ചിലപ്പോൾ തോന്നിപ്പോകും, യോജിച്ചാൽ അവരെ സ്ഥാനം പോയി പോകുമെന്നുള്ള പേടി ആയിരിക്കാം. എന്നല്ലാതെ ഞങ്ങൾ ഒരിക്കലും തടസ്സം നിന്നിട്ടില്ല. പാണക്കാട് തങ്ങളുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നതാണ്? ഇല്ല, പാണക്കാട് തങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. അവർ ഇപ്പോൾ പല പ്രാവശ്യവും ചർച്ചയ്ക്ക് വന്നപ്പോൾ പാണക്കാട് തങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ചർച്ചയ്ക്കുള്ളൂ എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അങ്ങനെ ഒരു ചർച്ചയ്ക്ക് അദ്ദേഹം തയ്യാറായി വരാതിരുന്നതോ ആ വിഭാഗം? അല്ല, ആ വിഭാഗത്തിൽപ്പെട്ട പലരും ഞങ്ങളോട് ചർച്ചയ്ക്ക് വേണ്ടി സംസാരിക്കാറുണ്ട്. ആ സംസാരിക്കുമ്പോഴൊക്കെ പണ്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇനി പാണക്കാട് തങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ സംസാരിക്കാൻ തയ്യാറുള്ളൂ എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ശിഹാബ് തങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് മാത്രമായിരുന്നു. ഇപ്പോഴുള്ള ഹൈദരലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായതോടുകൂടി ഞങ്ങളെ എതിര് വിഭാഗത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ രണ്ടും കൂടിയാകുമ്പോൾ അദ്ദേഹത്തിന് ഒന്നും പറയാൻ കഴിയാതെ വരുന്നു. അതുകൊണ്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ചെങ്കിലല്ലാതെ ചർച്ചയില്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി നിൽക്കുകയും ന്യൂനപക്ഷ താല്പര്യങ്ങൾ, വിശിഷ്യ മുസ്ലിം സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന രീതിയിൽ മുന്നേറുകയും ചെയ്യുമ്പോൾ പോലും എന്തുകൊണ്ടാണ് കേരളത്തിൽ
മറ്റ് പല മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. അവരുടെ പ്രവൃത്തിയുള്ള അതൃപ്തിയായിരിക്കും, അല്ലെങ്കിൽ പോരായ്മയായിരിക്കാം. അത് പക്ഷേ ഈ സമുദായത്തിന്റെ ഒരു സംഘടിതമായിട്ടുള്ള ഒരു വിലപേശൽ ശേഷിയെ ക്ഷീണിപ്പിക്കില്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരും ഒന്നാവാൻ ദൈവം ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ വ്യത്യസ്ത കക്ഷികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ കോൺഗ്രസിൽ തന്നെ ചില നേതാക്കന്മാർ വളരെ വളരെ പ്രഖ്യാപിതമായ ഒരു നിലപാടെടുത്ത് കാണുന്നുണ്ട്. കാരണം പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട ഒരു ശക്തിയല്ല. പൗരോഹിത്യത്തിന്റെ ദൗത്യങ്ങളാണ് നിർവഹിക്കേണ്ടത് എന്നുള്ളത്. അപ്പം ഈ പൗരോഹിത്യം നമ്മൾ ആദ്യം സംസാരിച്ചതോടത്ത് തന്നെ സമുദായം എന്ന് പറയുന്നത് പൗരോഹിത്യം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പൗരോഹിത്യം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന് പറയുന്ന നിലപാടിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് പൗരോഹിത്യമില്ല. ഞങ്ങൾ പൗരോഹിത്യത്തിനെതിരാണ്. ലാ റഹ്ബാനിയത്ത ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ പൗരോഹിത്യം ഇല്ല എന്നാണ് പ്രവാചകർ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പൗരോഹിത്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ പറയേണ്ടതില്ല. അങ്ങനെ ആരാണ്? അതേസമയത്ത് മതസംഘടനക്ക് ഒന്നും പറയാൻ അധികാരമില്ല എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയം ഇതാണ്. ഞങ്ങളെ ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി തെറ്റായ നിലക്ക് മുന്നോട്ട് നീങ്ങുന്നുവെങ്കിൽ അതിനെ തിരുത്താനും അതിനെ ചോദ്യം ചെയ്യാനും ഞങ്ങളെ മതസംഘടന ഞങ്ങൾ ഉപയോഗപ്പെടുത്തും. അങ്ങനെ ചെയ്തിട്ടും ഉണ്ട്. അതാണ് ഞങ്ങളെ രാഷ്ട്രീയം എന്ന് ഞാൻ പറഞ്ഞത്. അത് തന്നെയായിരിക്കും അദ്ദേഹം ഈ പറഞ്ഞ നേതാവ് ഉദ്ദേശിച്ചതും. അതെന്താണെന്നറിയില്ല. അതാരുദ്ദേശിച്ചാലും മതസംഘടന അടങ്ങിയിരിക്കും രാഷ്ട്രീയക്കാർ എന്ത് ചെയ്താലും എന്ന് ആരും ധരിച്ചു പോകണ്ട. അതിൽ പറയുന്ന ഒരു വൈരുദ്ധ്യം അവർ ചൂണ്ടിക്കാണിക്കുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക്, രാഷ്ട്രീയ നേതൃത്വം എന്നുള്ള നിലയ്ക്ക് ജനങ്ങളോട് നേരിട്ട് രാഷ്ട്രീയം സംസാരിക്കാനും ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും അവർ ബാധ്യസ്ഥരാണ്. സമുദായ നേതൃത്വത്തിൽ നിന്ന് രാഷ്ട്രീയമായിട്ട് ഒരു ഇടപെടൽ വരുമ്പോൾ അത് ഒരു ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് എന്ന് പറയും. പിൻസീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുക, നേരിട്ട് ജനങ്ങളോട് ഒന്നിനും മറുപടി പറയേണ്ടതില്ല. പെട്ടെന്ന് ഡ്രൈവറിനോട് തൊട്ട സീറ്റിൽ ഇരിക്കുന്ന ആള് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവർ വോക്ക് നോക്കുന്നുണ്ട്, ആള് പിന്നെ ട്രാക്ക് തെറ്റി വിടുന്നുണ്ട് എന്നുള്ള പെട്ടെന്ന് സ്റ്റെയറിംഗ് പോയിട്ട് പിടിച്ചുവിടണം, അല്ലെങ്കിൽ അപകടം പറ്റും. അങ്ങനെയാണ് ഈ രാഷ്ട്രീയം നേർക്കേറെ പോകുന്നെങ്കിൽ ഞങ്ങളൊന്നും പറയാൻ പോവില്ല. അപ്പോൾ ഓരോ സമുദായവും അവരുടെ താല്പര്യങ്ങളാണ് ഈ രാഷ്ട്രീയ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ അതിൽ ഒരു വൈരുദ്ധ്യമില്ലേ? അതെ, ഓരോ സമുദായവും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അവരുടെ ലക്ഷ്യം മാത്രമാണ് കൊണ്ടുവരുന്നത് എങ്കിൽ വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അത് പാടില്ല. ബഹുജന താല്പര്യം പരിഗണിക്കണം, ബഹുജനങ്ങളുടെ സംഘടന വേണം, ബഹുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ദോഷമുണ്ടായാലും ബഹുജനങ്ങൾക്ക് ആണ് മുൻഗണന നൽകേണ്ടത് എന്ന്. കൊടിപ്പട ചരിത്ര നഗരമായ കോഴിക്കോടിന്റെ മണ്ണിൽ കോഴിക്കോട് നഗരത്തിൽ ഇത്രയേറെ പിന്തുണയും, താങ്കളൊരു വാഗ്മിയാണ്, ഒരുപാട് പിന്തുണയുണ്ട്, സമുദായത്തിലെ പ്രബല വിഭാഗത്തിന്റെ പിന്തുണയുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൂടാ? അതാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ ഞങ്ങൾ ഒരു വിഭാഗത്തിന്റെ മാത്രം നേതൃത്വമായി മാറും. എന്ന് വെച്ചാൽ അന്നന്ന് അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളുമായി യോജിച്ചു പോവുകയും നമ്മൾക്ക് പരമാവധി യോജിച്ചു പോവുകയും പരമാവധി നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഭരണാധികാരികളോട് സമ്പാദിക്കുകയും ചെയ്യുക. ആ ഭരണത്തിൽ വന്ന ഒരു ഭരണ പാർട്ടിയെ കുറിച്ചാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത്. ആ പാർട്ടി പലപ്പോഴും ഒരു പ്രത്യേക സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാഴ്ചപ്പാടിന്റെ പ്രതിനിധികളായി മാറുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിനെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ടോ? അത് അംഗീകരിക്കേണ്ടതില്ല. നമ്മൾ അംഗീകരിക്കേണ്ടത് എല്ലാവരുടെയും ഭരണം. ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ അത് ഭരണത്തിൽ കയറിയാൽ എല്ലാവരുടെയും മന്ത്രിയായി, എല്ലാവരുടെയും പ്രതിനിധിയായി, അങ്ങനെയാണ്. അപ്പോൾ അത്തരം ഒരു രാഷ്ട്രീയത്തെ നമ്മൾ നേരിടണമെങ്കിൽ നമുക്ക് തന്നെ ഒരു രാഷ്ട്രീയ ശക്തിയായി മാറിക്കൂടെ? ഇല്ല, രാഷ്ട്രീയ ശക്തിയായി മാറിയാൽ അത് ആ നേരിടലിൽ വരണ്ടാവില്ല. ഞങ്ങൾ രാഷ്ട്രീയം അല്ലാതെ നേരിടേണ്ടി വന്നാൽ നേരിടും. നേരിടാത്ത തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനാണ് ഏറ്റവും നല്ലത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പൊതുവായി ഒരു എന്താ വെച്ചാൽ ചില നിബന്ധനകളും കീഴ്വഴക്കങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതായത് വനിതാ പ്രാതിനിധ്യം എങ്ങനെ ആയിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൽ എന്നുള്ളത് ഏതാണ്ട് 50%
വനിതാ പ്രാതിനിധ്യം തന്നെ ഭരണഘടനാ ഭേദഗതി ഉറപ്പാക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ വനിതാ പ്രാതിനിധ്യം വേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ വനിതാ പ്രാതിനിധ്യം കുറച്ച് വർദ്ധിച്ചു പോയി എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ അത്രയും പ്രാതിനിധ്യം ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം വനിതകൾ ഉള്ള എല്ലാ സ്ഥലത്തും അവർ വെറുതെ ഇരിക്കുകയും അടുത്തുള്ള സീറ്റിൽ ഇരുന്നുകൊണ്ട് പുരുഷന്മാർ ഭരിക്കുകയുമാണ് കഴിഞ്ഞ കാലത്തൊക്കെ കണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഏതായാലും ആയതായി ഇനി കൂടുതൽ ഒരു പ്രാതിനിധ്യത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഭരണപരിചയം എന്നുള്ളത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തുണ്ടാകുന്നതല്ലേ, ഒരു ആർജിക്കുന്ന ഒരു അത് സ്ത്രീക്കും പുരുഷനും ഒക്കെ കണക്കാണല്ലോ. അപ്പം സ്ത്രീകൾ എന്നുള്ളതിലേക്ക് കൂടുതൽ അവർ പൊതുപ്രവർത്തനം സ്ത്രീകൾ എന്നുള്ള ആൾക്ക് കഴിവ് കുറവുണ്ട്. പുരുഷന്മാരെക്കാൾ ധാരാളം കഴിവ് കുറഞ്ഞവരാണ് സ്ത്രീകൾ. മൊത്തത്തിൽ അത് ലോകം അംഗീകരിച്ച ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു നിലപാടിന്റെ പേരിൽ താങ്കൾ ഒരുപാട് വിമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് നമ്മളെ യാഥാർത്ഥ്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് ഒരു പെണ്ണ് ഇതുവരെ വന്നിട്ടുള്ളൂ. ഇവിടെ അല്ല, അങ്ങനെ അവരുടെ ഒരു പിന്നാക്കാവസ്ഥ മാറ്റിയെടുക്കുന്നതിനാണ് സംവരണം തുടങ്ങിയ ഭരണഘടനാപരമായ ആയിക്കോട്ടെ, ന്യായമായ നിലക്കുള്ള സംവരണം ഉണ്ടായിക്കോട്ടെ, നമ്മളതിനെ എതിർക്കുന്നില്ല. ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു പ്രബലമായ ശബ്ദം ഇങ്ങനെ വരികയാണ്, സ്ത്രീകൾ കൂടുതൽ സംവരണമോ ഭരണഘടനാ പ്രാതിനിധ്യം അർഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് പൊതുവായി ഇവിടെയുള്ള പൊതുരാഷ്ട്രീയത്തിൽ അത് ആ മുസ്ലിം സമുദായത്തിനെ തന്നെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള വ്യാഖ്യാനം അതിൽ വരുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ രാഷ്ട്രീയം ഇത് നിശ്ചയിച്ചവർ തന്നെ കുറച്ച് കൂടിപ്പോയി എന്നുള്ള അഭിപ്രായക്കാരാണ്. സ്ത്രീകൾക്ക് കൊടുത്തത് കുറച്ച് അധികമായി പോയി എന്നുള്ള അഭിപ്രായക്കാരാണ്. പിന്നെ പലരും മറ്റൊരു അഭിപ്രായമുണ്ട്, ഇപ്പോൾ ഈ പഞ്ചായത്ത് ആരും നോക്കൂല എന്നായി. ഒരു വാർഡ് ഒരു കൊല്ലം ഒരു പുരുഷൻ, അടുത്ത കൊല്ലം അവിടെ സ്ത്രീ. അപ്പോൾ ഈ പുരുഷൻ എനിക്ക് വോട്ട് കിട്ടണം അടുത്ത വർഷവും എന്ന ഉദ്ദേശത്തിൽ അവൻ്റെ വാർഡ് നന്നാക്കാനുള്ള തയ്യാറെടുപ്പില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ആകാം. ചില പത്രങ്ങൾ തികച്ചും എഴുതിയത് തെറ്റാണ്. ഇപ്പാരെയും സ്ഥാനാർത്ഥിന് നിർത്തുന്നില്ല, അടുത്ത വരുവാണെങ്കിൽ നിർത്താമെന്ന് പറഞ്ഞത് ഞാൻ പറയാത്ത വിഷയം എഴുതിയതാണ്. ഞാൻ പറയുന്നത് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയേ അല്ല. അതേസമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളെയും പരിഗണിക്കാത്ത പക്ഷം അവരെ ഞങ്ങൾ നിലക്ക് നിർത്തും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രത്യേകതരം സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭക്ഷണശീലങ്ങളെ വരെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ചില കീഴ്വഴക്കങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിനെതിരെ ഒരു പ്രതിരോധവും രൂപപ്പെടുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ബീഫ് നിരോധനമായിട്ട് അതൊരു പ്രത്യേക സമുദായത്തെ ലക്ഷ്യം വെച്ചാണെന്നുള്ള ഒരു വ്യാഖ്യാനവുമുണ്ട്. അതുതന്നെ ബീഫ് നിരോധനം ഒരിക്കലും ബുദ്ധിപരമല്ല എന്നാണ്. ഒന്ന്, ആരാധിക്കപ്പെടുന്ന വസ്തു എന്ന നിലക്കാണെങ്കിൽ ഇവിടെ ഫയർ സർവീസുകളൊക്കെ പൂട്ടിക്കളയണം. തീയും ആരാധിക്കപ്പെടുന്നുണ്ട്. ഒരാളുടെ വീട് കത്തുമ്പോൾ ദൈവമാണ്, കെടുത്താൻ പാടില്ലെന്ന് ആരും പറയില്ല. അതുപോലെ പാമ്പിനെ ആരാധിക്കുന്നവരുണ്ട് ചൈനക്കാർ, വെള്ളത്തിനെ ആരാധിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ആരാധിക്കപ്പെടുന്ന വസ്തു എന്ന നിലക്കാണെങ്കിൽ അത് ഒരിക്കലും നിരോധിക്കേണ്ടതില്ല. ആരാധിക്കുന്നവർ ആരാധിക്കട്ടെ, അറുക്കുന്നവർ അറുക്കട്ടെ. ആ രീതിയിലൊരു ഭരണകൂടം തന്നെ അതിനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സമൂഹത്തിൽ ഏറ്റവും വലിയ ദൂരവ്യാപകമായ സംഭവം തന്നെ ആയിരിക്കും. അപ്പൊ എങ്ങനെ നമ്മൾ അതിനെ പ്രതിരോധിക്കും? നിയമമുണ്ടല്ലോ ഇവിടെ, ഇന്ത്യൻ ഭരണഘടന. നിയമനിർമ്മാണവും ഇത്തരക്കാരുടെ കയ്യിലാണെങ്കിലോ? അല്ല, അതാണ് ആലോചിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ നിർമ്മാണം ഉണ്ടാക്കി എല്ലാം മാറ്റുകയാണെങ്കിൽ ജനങ്ങൾ തന്നെ വിധി എഴുതിക്കൊള്ളുന്നത്. അപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഗുണപരമായ ഒരു ഫലം ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു, നിങ്ങളും പ്രാർത്ഥിക്കുന്നു.